ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ ചിലരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ ആവുക എന്നുള്ളത്. അതിന് നമ്മൾ മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ഇത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് ആബ്സസ് ഫോർമേഷനിലേക്ക് നയിക്കും. ഈ ആബ്സസ് ഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പസ് കളക്റ്റായിട്ട് ബ്രസ്റ്റിൽ ഒരു കല്ലപ്പ് പോലെ ഫീൽ ആവുന്നതാണ്. എന്തുകൊണ്ടാണ് ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ചില അമ്മമാരിൽ നിപ്പിൾസിൽ ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന ടൈമിൽ കുഞ്ഞുങ്ങളുടെ വായിലുള്ള ബാക്ടീരിയാസ് ഈ ക്രാക്സിലൂടെ ബ്രസ്റ്റിൽ എത്തിയിട്ട് ഇൻഫെക്ഷൻ ആവുകയാണ് ചെയ്യുക. എന്നാൽ ചില അമ്മമാരിൽ നല്ല പാലുണ്ടാവും. അപ്പോൾ അവരുടെ ഡക്റ്റിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പാൽ അവിടെ കെട്ടിക്കിടന്നിട്ടായിരിക്കും ഇൻഫെക്ഷൻ വരിക. അതുപോലെ തന്നെ ചിലരിൽ കുഞ്ഞുങ്ങൾ പാല് ഫുള്ളായിട്ട് കുടിക്കാതെ ബ്രസ്റ്റ് ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാത്തത് കാരണം പാല് കെട്ടിക്കിടന്നിട്ടും ഇൻഫെക്ഷൻ വരാറുണ്ട്. തുടക്കത്തിൽ ഈ ബുദ്ധിമുട്ട് നമുക്കൊരു വേദനയായിട്ടും റെഡ്നസ് ഒക്കെ ആയിട്ടായിരിക്കും കാണിക്കുക. എന്നാൽ ലേറ്റർ സ്റ്റേജിൽ നമുക്ക് പനിയും വിറയലും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആബ്സസ് വന്ന കേസിലാണെങ്കിൽ ബ്രസ്റ്റിൽ കല്ലപ്പും ചിലർക്ക് അതിൽ നിന്നുള്ള പസ് ഡിസ്ചാർജും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാതിരിക്കണമെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ലാച്ചിങ് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ലാച്ചിങ് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന ടൈമിൽ അമ്മയുടെ നിപ്പിളും ചുറ്റുമുള്ള ഏരിയോളയും ഫുള്ളായിട്ട് കുഞ്ഞിന്റെ വായിലായിരിക്കണം. എന്നാലേ കുഞ്ഞിന് കറക്റ്റായിട്ട് പാല് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ഒരു ബ്രസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയതിനു ശേഷം മാത്രം അടുത്ത ബ്രസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ടൈറ്റ് ബ്രാ യൂസ് ചെയ്യുന്നത് കാരണം മിൽക്ക് ഫ്ലോ തടസ്സപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാ മാത്രം യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാവോ എന്നുള്ളത്. ഈ കേസിൽ പൊതുവെ അമ്മമാർക്ക് ഫീഡ് ചെയ്യുന്ന ടൈമിൽ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ആ വേദന സഹിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലവും ഇല്ല. എന്നാൽ ആബ്സസ് വന്ന കേസിൽ പസ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുന്ന ടൈമിൽ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ ബ്രസ്റ്റിൽ നിന്ന് അഥവാ എഫക്റ്റഡ് ആവാത്ത ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഇൻഫെക്റ്റഡ് ആയ ബ്രസ്റ്റിൽ പാല് കെട്ടിക്കിടക്കാതെ നോക്കുകയും വേണം. അപ്പോൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ചീറ്റി കളയുന്ന രീതിയിലോ നമുക്ക് ആ ബ്രസ്റ്റിലുള്ള പാലിനെ ഡ്രെയിൻ ചെയ്യാം. ഈ സമയത്ത് ഉണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള വേദന തൽക്കാലത്തേക്കെങ്കിലും കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടൊക്കെ പിടിക്കാവുന്നതാണ്. ജനറലി ഇത്തരം കേസുകൾ വരുന്ന ടൈമിൽ ആൻറ്റിബയോട്ടിക്സ്, ഇൻസിഷന്, നീഡിൽസ് ഒന്നും യൂസ് ചെയ്യുന്നതല്ലാതെ തന്നെ നാച്ചുറലി ഇത് ഡ്രെയിൻ ചെയ്യാനുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. എങ്കിൽ കൂടിയും ഡ്രെയിൻ ചെയ്യുന്ന കേസുകളിലേക്കൊന്നും എത്തിക്കാതെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ വേദന വരുന്ന സമയത്ത് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ക്ലിയർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്.